ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു വെണ്ടക്ക പച്ചടി. ഇതിനെടുക്കേണ്ട ഏറ്റവും പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ വെണ്ടക്ക നല്ല പിഞ്ച് വെണ്ടക്ക ആയിരിക്കും. ഇത് നമ്മുടെ തോട്ടത്തിലുണ്ടായതാണ്, നല്ല പിഞ്ച് വെണ്ടക്കായ. പിന്നെ ഒരു അരപ്പിൻ്റെ ഘടകങ്ങളാണ്: തേങ്ങ, ഒരു മുറി തേങ്ങ, കടുക്, 1 ടീസ്പൂൺ കടുക്, പച്ചമുളക്, പിന്നെ ഇതിൽ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഈ വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിൽ വേണ്ടത് 200 ml തൈര്, നല്ല കട്ട തൈരാണ്. അപ്പോൾ ഇത് അരക്കുമ്പോൾ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലിട്ടിട്ട് വേണം അരക്കാൻ. പിന്നെ വറതാളിക്കാനുള്ള വറ്റൻമുളക്, ഉള്ളി, വേപ്പില, 1 ടീസ്പൂൺ കടുക്. ഈ കടുകല്ല, വേറെ കടുക്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ വെണ്ടക്ക ഒന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് എണ്ണയിലിട്ട്, നമ്മൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കും. അതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. വെണ്ടക്ക നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചൊന്ന് വറുത്തെടുക്കണം. നമ്മൾ ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിച്ചിരിക്കും. അപ്പോൾ ഇത് എണ്ണയിലോട്ടിടുക. കുറച്ച് ഉപ്പും കൂടെ ഇടും. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഇപ്പം എടുത്തിട്ടുണ്ട്. സിമ്മിലിടുക. സിമ്മിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് കോരാം. തീ ഓഫ് ചെയ്യുക. നമ്മളിതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ അരപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അരപ്പുണ്ടാക്കാനായിട്ട് വേണ്ടത് 2 പച്ചമുളക്, 1 മുറി തേങ്ങ, കടുക്, ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര്. ഇതൊന്ന് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നമ്മുടെ അരപ്പ് ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അരപ്പൊക്കെ അരച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ചീനച്ചട്ടി, എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത് ഉള്ളി, പച്ചമുളക്, ഇതിന് നമുക്ക് വേണമെങ്കിൽ സവാള എടുക്കാം കേട്ടോ, സവാളയായാലും മതി. ഉള്ളി പൊളിച്ചതിരുന്നത് കൊണ്ട് ഉള്ളിയിട്ടൊന്നും കുറച്ച് ഉപ്പിടുക. എന്ന് പറഞ്ഞാൽ നമ്മളിത് ചാറ് കറി ആയതുകൊണ്ട് എൻഡിൽ അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കിയുള്ള ഉപ്പൊക്കെ, അതുകൊണ്ട് കുറേശ്ശെ ഇട്ടാൽ മതി. ഉള്ളി ഒരുമാതിരി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ഇടുക. ഈ അരപ്പ് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകും വരെ ഇളക്കി കൊടുക്കുക. ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് പോരാ. ഇനി നമ്മൾ ആ വെണ്ടക്ക വറുത്തതിലോട്ടിട്ട്, വറുത്ത വെണ്ടക്ക കുറച്ചുകൂടെ ചാറിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊന്നുകൂടെ നോക്ക്, ഉപ്പ് കറക്റ്റ്. ഇനി നമ്മൾ തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഉടനെ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം. എന്നിട്ട് വറതാളിക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കണം. വേറൊരു കടായി അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞ് വേപ്പില ഇടുക. വറ്റൻമുളക് ഇടുക. ഉള്ളി ഇടുക. ഇനി ഈ വറതാളിച്ച സംഗതി നമ്മുടെ ഇതിലോട്ട് കോരി ഒഴിക്കുക. അപ്പോൾ നമ്മൾ വറതാളിച്ച് ഇതിലോട്ട് കോരി ഒഴിച്ച് ഇന്നൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കുക. ഇത് ഏറ്റവും നല്ലത് ഈ ചൂടോടെ ഇതിങ്ങനെ മൂടി വെച്ചിട്ട് നാളെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിങ്ങനെ മൂടി വെക്കുക. എന്നിട്ട് നാളെ അപ്പോൾ നമ്മുടെ വെണ്ടക്ക പച്ചടി റെഡിയായി.
ഈ റെസിപ്പി അനുസരിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്